ഒക്കെ വേനൊന്ന് പിടി. ഉപ്പാനെ കാണാൻ വേണ്ടിയിട്ട് വിളിക്കാൻ വേണ്ടി എയർപോർട്ടിൽ പോയതായിരിക്കും. ഷിബിൻ ഷാ കണ്ണൂർന്നെ ഇതാരാ? എനിക്കും കുറെ ആളുകൾ വിളിച്ചിരുന്നു. കരിപ്പൂർ വിമാനത്താവളത്ത് നിന്ന് സ്വർണ്ണക്കടത്ത് ടീമിന്റെ ആളെ ഒരാൾ വിളിച്ചിരുന്നു. സ്വർണ്ണം ഓനെ ഏൽപ്പിച്ച ആള് മുങ്ങിയത്ര, എന്നിട്ട് അയാളെ പിടിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട്. ഹായ്, അപ്പോൾ ഞാൻ എന്നുള്ളത് മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്ത് ചെമ്പ്ര എന്ന സ്ഥലത്താണ് കേട്ടോ. നമുക്കറിയാം കഴിഞ്ഞ റമദാനിൽ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതായത് നമ്മൾ ഇവിടുത്തെ ഒരു ഉസ്താദിൻ്റെ വീഡിയോ, നമ്മളെ മനസ്സിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മെൻ്റലിസം എന്ന് പറയുന്ന ആ ഒരു കല പഠിച്ച ഒരു ഉസ്താദിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അത് ചെയ്തതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഉസ്താദിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉസ്താദിനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ എന്താ സംഭവം എന്ന് അറിയില്ല. എന്താ നമുക്ക് പോയി നോക്കാം, എന്താണ് പുതിയ എന്തെങ്കിലും ഐഡിയകളോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും സംഭവങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അത് മാത്രമല്ല ഉസ്താദ് നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. അപ്പോൾ എന്തോ ഒരു സംഭവം ഉണ്ട്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട്. ഞാൻ വന്ന സമയത്ത് കണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഈ വീഡിയോയിൽ പങ്കുവെക്കാം. അപ്പോൾ എന്തായാലും ഉസ്താദ് ഇവിടെ എവിടെയെങ്കിലും കാര്യം ഉണ്ടാവും. എന്തോ അസംബ്ലി എന്തോ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉസ്താദെ, ഹലോ, അസ്സലാമു അലൈക്കും. എന്താ വിശേഷം? ഞാൻ നമ്മൾ ഷാഫി ഉസ്താദിനെ ഒന്ന് കാണാൻ വന്നു. ആളിവിടെ ഉണ്ടോ? കൗൺസിലിംഗിലാ? ഓക്കെ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്ന സമയത്ത് ഇവരെ നമ്മൾ കണ്ടില്ല. സാർ പേര് പറഞ്ഞില്ല. ഓക്കെ, ഒന്ന് ഇങ്ങോട്ട് വരുമോ? ഓക്കെ, നമ്മളെ ഷാഫി ഉസ്താദിനെ കണ്ടിട്ട് ശരിയ അർജൻറ്റ് കാര്യമുണ്ട്. അപ്പം വിളിക്കാൻ പറ്റുമോ? അതെ, ഇതാ വന്നിരിക്കും നമ്മൾ മെൻ്റലിസ്റ്റ്. അപ്പോൾ മെൻ്റലിസ്റ്റാണ്, നല്ലൊരു ഹിപ്നോട്ടിസം ചെയ്യുന്ന ആളാണ്. ഒരുപാട് സംഭവങ്ങൾ കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട് അല്ലേ? എന്താ ഞാൻ ഈ കേൾക്കണേ? ഒരുപാട് കാലമായില്ലേ കണ്ടിട്ട്. ഞങ്ങൾ ക്യാമറയൊക്കെ നോക്കിയാണ്. അപ്പോൾ കഴിഞ്ഞ റമദാൻ നമ്മൾ കണ്ടുപിട്ടി അല്ലേ? അതിനുശേഷം എന്തൊക്കെയൊക്കെ ഇവിടെ ഭയങ്കര സംഭവമാണ്, ഇവിടെ കറാമത്താണ്. ഇവിടെ ഈ ഏരിയ വന്നു കഴിഞ്ഞാൽ മറ്റേ ഉസ്താദല്ലേ, ആ ചോദ്യമാണ്. അപ്പോൾ എന്താണ് നമ്മള് സംഭവങ്ങളൊക്കെ എങ്ങനെ പോണ്? അൽഹംദുലില്ലാ നല്ല ഉഷാറായിട്ട് റാഹത്തായി പോണ്. ഇപ്പോൾ നിലവിൽ അൽഹംദുലില്ലാ നമ്മുടെ സ്ഥാപനവും കാര്യങ്ങളൊക്കെ ആയിട്ട് കുട്ടികളുണ്ട്. ഇപ്പോൾ റമദാനായിട്ട് കുട്ടികൾ കുറവാണ്. ഒരു നാട്ടിലാണുള്ളത്, കുറച്ച് ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. ഇതിലാണ് നമ്മൾ ഉസ്താദ് ഓടി വരും. ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ കുട്ടികളൊന്ന് കാണിക്കും. കുട്ടികൾ വന്ന് കാണാത്ത കുട്ടികളാണിത്. കാരണം വെച്ചാൽ അന്ന് ഇവരില്ലായിരുന്നു ഇവിടെ. ഓക്കെ. ഓ അൽഹംദുലില്ലാ വലിയ മാറ്റങ്ങളുണ്ട്. മുമ്പ് നമ്മളെ കൂടുതൽ ആളുകൾക്ക് അറിയില്ലല്ലോ. ഇപ്പൊ ആ വീഡിയോ വന്നതിന് ശേഷം ആളുകൾ തിരിച്ചറിയുന്നു. നമുക്കിപ്പോ ഒരുപാട് അവസരങ്ങളുണ്ട്. മറ്റേന്ന് പറഞ്ഞാൽ നമ്മളെ കഴിവും കെട്ടിപ്പിടിച്ചോടെ ഇരിക്കലായിരുന്നു. ഇപ്പൊ ആളുകൾ അറിയുന്നത് കൊണ്ട് തന്നെ പിന്നെ വേറെ രസമാട്ടോ. അങ്ങനെ പോകുമ്പോ ആളുകൾ കണ്ടിട്ട് ഇത് മറ്റേ അവസ്ഥല്ലേ, നിങ്ങൾ പറഞ്ഞ അവസ്ഥല്ലേ എന്ന് ചോദിക്കും. ഒരു സെൽഫി എടുക്കല്, അതൊക്കെ സെൽഫി എന്നുള്ള സന്തോഷം അത് പറഞ്ഞതല്ല. ഞാൻ മൊത്തത്തിൽ ആളുകൾ നമ്മളെ തിരിച്ചറിയാൻ തുടങ്ങി എന്നുള്ള ഒരു സംഭവം പറഞ്ഞു. സെലിബ്രിറ്റി പരിവേഷം കിട്ടി ഇല്ല ഞാൻ പറഞ്ഞു. ആയിക്കോട്ടെ. സാധാരണ നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഒരുപാട് ഗസ്റ്റുകളൊക്കെ വരാറുണ്ട്. ഗസ്റ്റുകൾ വരുമ്പോൾ നമ്മൾ അവർക്ക് നല്ല ജ്യൂസൊക്കെ കൊടുത്തിട്ട് സ്വീകരിക്കും. നിങ്ങൾ വന്നത് നോമ്പിനായി പോയി. നോമ്പിന് ജ്യൂസ് തന്നാല് ഞങ്ങൾക്കൊക്കെ നോമ്പ് നിങ്ങളവിടെ എങ്ങനെയാന്ന് അറിയില്ല കേട്ടോ. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് ഞാനൊരു ജ്യൂസ് തരാം. സങ്കല്പിച്ചാൽ മതിയല്ലേ, നമ്മള് ഇമാജിനേഷന്റെ ടീമല്ലേ, മെന്റലിസം ഹിപ്നോട്ടിസം ഒക്കെ പറഞ്ഞാല്. ജസ്റ്റ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജ്യൂസ് മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് എൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കുക. അത് മാത്രം ഒന്ന് ഇമാജിൻ ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്താണ് ആ ജ്യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് എൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കി. ലുക്ക് അറ്റ് മീ. ആകെ ജ്യൂസാണല്ലോ, എത്ര ജ്യൂസാണ്? ഒന്ന് മാത്രം. ഓക്കെ, നല്ല അടിപൊളി സാധനമാണ് അല്ലേ? ഇത് തെറ്റിയാൽ ഇതോടുകൂടി നിർത്തിട്ട പരിപാടി. ഇതിനെ മൂപ്പര വീഡിയോയിൽ കൊണ്ടുവരില്ല. മദ്യങ്ങളെ മെന്റലിസം ഒന്നും അല്ലേ? ഓക്കെ, ഏതായാലും ഞാൻ എൻ്റെ ഒരു പ്രൊഡിക്ഷൻ എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ക്യാമറയിൽ ഒന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ? തീർച്ചയായിട്ടും. നിങ്ങൾക്ക് കാണിച്ചു തരില്ല? ക്യാമറയിൽ കാണില്ലേ? ഓക്കെ, നിങ്ങളാരും വായിക്കണ്ട. ജസ്റ്റ് നിങ്ങൾ കണ്ടല്ലോ അല്ലേ? ഓക്കെ, ഇത് ശരിയാവട്ടെ പഠിച്ചവനെ.
ഓക്കെ, ഒരു കാര്യം ചെയ്യാം. നിങ്ങളുടെ മനസ്സിലുള്ള ആ ജ്യൂസ് ഒന്ന് ഉറക്കെ പറഞ്ഞോളി. ഓറഞ്ച് ജ്യൂസ്. ഓറഞ്ച് ജ്യൂസ് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം? തീർച്ചയായിട്ടും നല്ല ഇഷ്ടമാണ് അല്ലേ? അത് പറയാൻ വേറെ എന്തെങ്കിലും കാരണങ്ങൾ? ഇന്നലെ രാത്രി കുടിച്ച സാധനമാണ്. ഇന്നലെ അതാണ് കുടിച്ചല്ലേ? പക്ഷേ എന്താല്ലേ എന്തൊക്കെ ജ്യൂസ് പറയാണ്ടായിരുന്നു. ഏതായാലും നിങ്ങളൊക്കെ കണ്ടിക്കണല്ലോ എന്താണ് എന്നുള്ളത്. ഞാൻ ഇതിൽ എഴുതിയത് ഓറഞ്ച്. എഴുതിയത് ഓറഞ്ചാണ്. ഓക്കെ, വേറൊരു സംഭവം ഉണ്ട്. ഇതല്ല ഇവിടുത്തെ ടെസ്റ്റ്. നിങ്ങൾ വരുമ്പോഴേ ഇവിടെ ഒരു ഗിഫ്റ്റ് കണ്ടിരുന്ന കണ്ട നിങ്ങള്? കണ്ട? അത് നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് അതൊന്ന് എടുത്തു നോക്കി. ഓറഞ്ച് സംഭവം ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ ഇങ്ങോട്ട് ചോദിക്കണം എന്ന് വിചാരിച്ച സംഗതിയാണ്. അപ്പൊ നമ്മളൊരാളെ മനസ്സിപ്പോൾ ഞാൻ ഇപ്പോൾ മനസ്സിൽ വിചാരിച്ച സാധനമാണ് ഇപ്പോൾ പറഞ്ഞത്. കാണിച്ചൊന്ന് ഓറഞ്ച്. ഇതാ 2 ഓറഞ്ചുകളുണ്ട്. ജ്യൂസ് ഒന്നും ഇല്ലെങ്കിലും ഓറഞ്ച് ജ്യൂസ് തരാൻ പറ്റില്ല. ക്ലാസ് തന്നിട്ട് ഓറഞ്ച് വേണമെങ്കിൽ ജ്യൂസ് അടിച്ചോളി. ഓക്കെ, അപ്പൊ ഇത് മനസ്സ് ഒരാളത് വായിക്കാൻ പറ്റും, കണ്ടെത്താൻ പറ്റും. പല രീതികളുണ്ട് അതിന്, പല രൂപത്തിലൂടെ ചെയ്യാൻ പറ്റും. അത് മറ്റൊരു ഇതാണ്. അത് നമുക്ക് പിന്നീട് അതിനെ കുറിച്ചുള്ള ക്ലാസ് ഉണ്ടാകുമ്പോൾ പറയാം അല്ലേ? പിന്നെ നമുക്ക് ഒരു കാര്യം ചെയ്താലോ, ഒരിക്കൽ ചെയ്തിട്ട് ഞങ്ങൾ ഫെയിൽഡ് ആയ സംഗതിയാണ്. അപ്പൊ നമ്മൾ ഒരാൾ മരണപ്പെട്ടു പോവേ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ആളെ വീണ്ടും തിരിച്ചു കാണാൻ പറ്റുന്നുള്ളത് ഇപ്പൊ ഒരു ട്രെൻഡിങ് ആണല്ലോ. ആ സാധനം ചെയ്താലോ? ഓക്കെ, ചെയ്യാം. ഓക്കെ, ഇവിടെ ആരെയും പറ്റിയ ആൾക്കാർ കിട്ടിയാൽ മോൻ വിടോ. പേര് മുഹമ്മദ് ഷിബിൻ ഷാ. പിന്നെ ഇവിടെ എത്ര ക്ലാസ് പഠിക്കുന്നത്? 5ാം ക്ലാസ്. എവിടെ സ്ഥലം? മംഗലം. അതെവിടെ? ഓക്കെ. അപ്പോൾ മംഗലം പറഞ്ഞ സ്ഥലത്തുള്ള കുട്ടിയാണ്. അപ്പോൾ നമ്മളേ സംഗതി പറഞ്ഞ കേട്ടില്ലേ, ആരെ കാണാനാണ് ആഗ്രഹം? ഉപ്പാനെ. ഇപ്പൊ മരണപ്പെട്ടു പോയി അല്ലേ? ഇല്ല, ഗൾഫിൽ ഉപ്പാനെ കാണാൻ ആഗ്രഹം. ആയിക്കോട്ടെ, ഏതാ ചെറിയൊരു മാറ്റം. അപ്പോൾ ഗൾഫിലുള്ള ഉപ്പാനെ കാണാൻ വേണ്ടി ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ എത്ര കൊല്ലമായിട്ട് ഉപ്പ പോയി വീട്ടിൽ നിന്ന്? ഒരു മാസമായിട്ടുള്ളൂ. അപ്പോൾ പോയ സങ്കടം എല്ലാം ഉണ്ടല്ലേ? അപ്പോൾ ഈ വീഡിയോ എന്തായാലും ഉപ്പ കാണും. എന്താ ഉപ്പാനോട് പറയാല്ലേ? പറഞ്ഞോ എന്താ പറയല്ലേ? ഒന്നുമില്ല, ഞങ്ങൾ കാണാൻ പോവാ അല്ലേ? കണ്ടിട്ട് ബാക്കി പറയാം. ഓക്കെ, നോക്കാം അല്ലേ? ഷിബിൻ ഷാക്ക് ഉപ്പാനെ കാണാൻ നല്ല ആഗ്രഹം ഉണ്ട് അല്ലേ? ഏതായാലും ജംഷീർക്ക് വന്നപ്പോൾ ഉപ്പാനെ കാണണം എന്നാണല്ലോ പറഞ്ഞേ. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇൻഷാ അല്ലാ. ഇവന്റെ ഉപ്പാനെ നിങ്ങൾ കണ്ടിക്കണ? കണ്ടവരും കാണാത്തവരൊക്കെ ഉണ്ടല്ലേ? ഏതായാലും ഷിബിൻ ഷാന്റെ ഉപ്പാനെ ഷിബിൻ ഷാ കാണിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ കാണുമെന്ന് എനിക്കറിയില്ല. ഏതായാലും ഷിബിൻ ഷാക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ? ഓക്കെ, ഷിബിൻ ഷാ. ഞാൻ ഷിബിൻ ഷാന്റെ നെറ്റിയിൽ തൊടുമ്പോൾ ഷിബിൻ ഷാക്ക് നല്ല ഉറക്കം വരും. ഷിബിൻ ഷാ ഇവിടെ ഉറങ്ങി വീഴും. ഓക്കെ, വേനൊന്ന് പിടി. ഞാനൊന്ന് സ്നാപ്പ് ചെയ്താൽ ഷിബിൻ ഷാ ആയിരിക്കും. പക്ഷേ 2 കാലിൽ ഷിബിൻ ഷാക്ക് നിൽക്കാൻ കഴിയും കേട്ടോ. ഉറങ്ങുകയാണെങ്കിൽ 2 കാലിൽ നിൽക്കാൻ കഴിയും. ഓക്കെ, ഷിബിൻ ഷാൻ്റെ ഉപ്പയെ കാണാൻ നല്ല ആഗ്രഹമുണ്ട് എന്നല്ല പറഞ്ഞേ. ഓക്കെ, ഞാൻ ഒന്ന് സ്നാപ്പ് ചെയ്താൽ ഷിബിൻ ഷാൻ്റെ ഉപ്പാനങ്ങളാക്കിയാലോ? ക്യാമറ വേറെ ആയിരുന്നു കൊടുക്കേ. ഞാനൊന്ന് സ്നാപ്പ് ചെയ്താൽ ഷിബിൻ ഷയുടെ മുമ്പിൽ ഷിബിൻ ഷാൻ്റെ ഉപ്പ ഉണ്ടാവും. ഷിബിൻ ഷാ ഉപ്പാനെ കാണാൻ വേണ്ടിയിട്ട് വിളിക്കാൻ വേണ്ടി എയർപോർട്ടിൽ പോയതായിരിക്കും. ഷിബിൻ ഷാ കണ്ണുറന്നേ. ഇതാരാ? ചായ കുടിച്ചോ? നോമ്പാ? ചായ കുടിച്ചില്ലേ? നോമ്പ് എപ്പോഴാണ് എണീറ്റ്? രാവിലെ 4 മണിക്ക്. കിട്ടും. വീട്ടിലൊക്കെ എന്താ അമ്മൻ്റെ സ്ഥിതി? അപ്പല്ല അല്ലേ? എപ്പോഴാ ക്ലാസ് എപ്പോഴാണ് കഴിയാം? ക്ലാസ് എപ്പോഴാണ് കഴിയാം? നോമ്പറൊക്കെ എപ്പോഴാണ് വീട്ടിൽ എത്തുക? ഇവിടെ തന്നെ വീട്ടിൽ കയറില്ല. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യണ്ടല്ലോ ഇവിടെ. ഞാൻ സ്നാപ്പ് ചെയ്തത് ആരാന്ന് എനിക്ക് ശരിക്കും കാണാം. ഇതാരാ? അപ്പോൾ മെന്റലിസത്തിന്റെ ചെറിയൊരു ഹിപ്നോട്ടിസത്തിന്റെ ചെറിയൊരു ട്രിക്ക് ഞങ്ങൾ കണ്ടേട്ടാ.
ശരിക്കും ആരെ കണ്ടേ? പന ആരെ കണ്ട? കറക്റ്റ് കണ്ടോ? പക്ഷെ ഞാനല്ല ഇവിടെ നിന്ന് ഉപ്പനെ കണ്ട രീതി പറയാം, എങ്ങനെ കണ്ടെന്നല്ലേ? ഏത് രൂപത്തിൽ ഉപ്പനെ കണ്ടേ? ടീഷർട്ടും ടീഷർട്ടും വേണ്ടിട്ടെ, പക്ഷെ ഞാൻ ഷർട്ടല്ല ഇട്ടേ. ടീഷർട്ട് ഏത് കളറാ കണ്ടേ? ഓറഞ്ച്. ഓറഞ്ച് അല്ലേ? എന്തായാലും എക്സ്പീരിയൻസ് അടിപൊളിയല്ലേ? നേരെ കൈയെടുക്കും ഉസ്താന്. ഈ പ്രാവശ്യം നമ്മളിത് ചെയ്തു പോയ സമയത്ത് ഉസ്താനെ കുറിച്ച് കുറേ ആൾക്കാർ ഒരു വലിയ ആയിക്കണ് അല്ലേ? അല്ല, ഞാൻ എന്നെ തന്നെ കുറെ ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. അതായത് ഞങ്ങളെ പൈസ കളവ് പോയിട്ടുണ്ട്, ഉസ്താനെ കൊണ്ട് വിളിപ്പിച്ചിട്ട് അങ്ങനെ എവിടെയെന്നൊക്കെ കാണിച്ചു തരുമോ? അപ്പോൾ അങ്ങനെയുള്ള സംഗതി ആണോ ഇത്? അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ നമ്മളിത് പരിചയപ്പെടുത്തിയ ആൾക്കാർക്ക്? കാരണം ഇനി ഈ വീഡിയോ കഴിഞ്ഞാലും ആൾക്കാർ വരും നിങ്ങളുടെ അടുത്തേക്ക്. അപ്പോൾ ഇതിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ വിഷയം തീർന്നല്ല. ഇല്ല, അങ്ങനെയൊന്നും പറ്റൂല. കാരണം എനിക്കും കുറെ ആളുകൾ വിളിച്ചിരുന്നു. കരിപ്പൂർ വിമാനത്താവളത്ത് നിന്ന് സ്വർണ്ണക്കടത്ത് ടീമിന്റെ ഒരാൾ വിളിച്ചിരുന്നു. സ്വർണ്ണ ഓനെ ഏൽപ്പിച്ച ആള് മുങ്ങിയത്ര, എന്നിട്ട് അയാളെ പിടിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയൊന്നും കഴിഞ്ഞ സംഭവം എന്നല്ല. ഞാൻ പറഞ്ഞില്ല, ഇതൊരു ഞാൻ സാധാരണ ക്ലാസ് എടുക്കാനൊക്കെ പോകുന്ന സമയത്ത് കുട്ടികളെ ഒരു എന്റർടൈൻമെന്റ് ആക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന സംഭവമാണ് മെന്റലിസം. ഹിപ്നോട്ടിസം എന്നുള്ളത് എനിക്ക് എൻ്റെ അടുത്ത് ആളുകൾ കൗൺസിലിങ്ങിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വരുന്ന സമയത്ത് ജസ്റ്റ് അവർ ഹിപ്നോട്ടിസം ചെയ്തിട്ട് ചില പ്രശ്നങ്ങളൊക്കെ, അതായത് ഈ പേടിയുള്ള ആളുകൾ, ടെൻഷനുള്ള ആളുകൾ, അങ്ങനത്തെ ആളുകളൊക്കെ അവരുടെ മനസ്സിൽ നിന്ന് അതെടുത്ത് ഒഴിവാക്കാനൊക്കെ, ടെൻഷനൊക്കെ ഒഴിവാക്കാൻ പറ്റും അങ്ങനത്തെ സംഭവം. അപ്പോൾ അങ്ങനെ കുറച്ച് പൊടിക്കൈകളുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടില് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അധികം ടെൻഷൻ നല്ല ഉണ്ടാവും അല്ലേ? അപ്പോൾ ടെൻഷനുമായി ബന്ധപ്പെട്ട് എന്തുണ്ടെങ്കിലും ഉസ്താനെ വിളിക്കാം. ഓക്കെ, ഇനി കുറച്ചൊരു ഹാർഡായിട്ടുള്ള എന്ത് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, നീ ഒന്ന് കണ്ണടക്ക്. ഇനി ഞാൻ സ്നാപ്പ് ചെയ്ത് നീ കണ്ണ് തുറക്കുന്ന സമയത്ത് ഇവിടെ ഫുള്ള് കൊതുവായിരിക്കും. കൊതുക് വന്നിട്ട് നിന്നെ കുത്തിയിട്ട് നിനക്കിവിടെ നിൽക്കാൻ കഴിയില്ല. നിന്നെ നന്നായിട്ട് കൊതു കുത്തും. കണ്ണുറന്നേ. എന്താണ്? നമുക്കാർക്കും കുത്തില്ലല്ലോ. ഇവനെ മാത്രം ഈ കൊതുകളിങ്ങനെ അറ്റാക്ക് ചെയ്യണേ. നല്ല ചോര കൊതു കുടിക്കുള്ളൂ അത്ര. എന്താ വിഷയം? എന്താ? കൊതുകുത്തുണ്ട്. ഞാൻ സ്നാപ്പ് ചെയ്താ കൊതു പോവും. ഇപ്പൊ കൊതു എത്തുന്നില്ല. ആ കൊതു കൊടുക്ക പോയത് ഒരാളെ വെച്ചിട്ടാകുമ്പോ ചിലപ്പോ സ്ക്രിപ്റ്റ് ആയിരിക്കും എന്നൊരു തോന്നൽ. ഓക്കെ, നമുക്ക് രണ്ടാളെ വെച്ചും ചെയ്ത് വെക്കാം. ഏതായാലും ഇവർ രണ്ടാളെ വെച്ചിട്ട് ഇൻഷാ അല്ലാ ചെറുതായിട്ടൊന്ന്. ഓക്കെ, നിങ്ങൾ രണ്ടാളൊന്ന് കണ്ണുപൂട്ടി. ഞാനൊന്ന് സ്നാപ്പ് ചെയ്യുന്ന സമയത്ത് ഈ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ഫുള്ള് പാമ്പായിരിക്കും. ആ പാമ്പുകൾ നിങ്ങളെ കൊത്താൻ വരും. നിങ്ങളെ രണ്ടാളെയും കൊത്താൻ വേണ്ടിയിട്ട് ഒരുപാട് പാമ്പുകൾ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനൊന്ന് സ്നാപ്പ് ചെയ്ത് നിങ്ങൾ കണ്ണ് തുറക്കുമ്പോൾ ഇവിടെ ഫുള്ള് പാമ്പുകളായിരിക്കും. എന്താ? അവിടെ പാമ്പോടെ പണി പോളോ ഇറങ്ങി ഓടുവോ? പാമ്പിനെ കാണണ്ട. പാമ്പോ അവിടെ പാമ്പില്ലല്ലോ. അവിടെ ഞാൻ കാണില്ലല്ലോ. ഇങ്ങോട്ട് വരി. എന്താ അവിടെ? എന്താ എവിടെ പാമ്പോടെ? പാമ്പ് എങ്ങനെയുള്ള പാമ്പാണ്? പത്തിയൊക്കെ ഇതാക്കണ? എന്ത് പാമ്പ്? അതെ, മലമ്പാമ്പിനെ ഉണ്ട്. ചില്ലർ ക്യാഷ് ഉണ്ടല്ലോ. പാമ്പിന് എങ്ങനെയാ? പാമ്പിന്റെ കളറൊക്കെ എങ്ങനെയായിരുന്നു? മഞ്ഞ്. അതെ, ഈ വെള്ളയുണ്ട്. പാമ്പ് പോയത് പോലെ നിനക്ക് ആരെങ്കിലും കാണാൻ ആഗ്രഹം? അതായിട്ട് കാണാൻ ആഗ്രഹമുള്ള ആരാ?
ഉപ്പാനെ. ഓക്കെ, നീ ഇപ്പോൾ ഇവിടെ നിൽക്കല്ലേ? മറിക്ക, ഞാനൊന്ന് സ്നാപ്പ് ചെയ്തിട്ട് നിന്നെ ബാക്കിലേക്ക് തിരിക്കുമ്പോ ഈ മതിലിന്റെ അപ്പുറത്ത് നിന്റെ ഉപ്പ ഉണ്ടാവട്ടാ. ഒന്നുമില്ല, അങ്ങനെ വെറുതെ അങ്ങനെ എന്നെ കാണാൻ വേണ്ടി വന്നാണ്. ഞാൻ കുറച്ച് കഴിഞ്ഞാൽ പോവും. അഞ്ഞും വരും. ഇല്ല, ആ സ്കൂട്ടി ഭഗവാണെങ്കിൽ ഒരു ഉമ്മൊക്കെ കൊടുക്കട്ടാ. മതിലിന്റെ അപ്പുറത്തായി പോയില്ലേ? മതിലിന്റെ അപ്പുറത്തായി പോയി. അല്ല, നീ വീട്ടിൽ പോണോ? പന ഇവിടെ പോണോ? ലീവുണ്ടോ? നല്ല കുട്ടികളാ, ലീവിനെ എന്തിനാ വന്നു വെച്ചോക്ക് ഉപ്പ? ഞാൻ വെറുതെ വന്നാണ്. ആ, ഞാൻ സ്നാപ്പ് ചെയ്തത് ആരാന്ന് എനിക്ക് ശരിക്കും കാണാം. ഇതിപ്പോ നമുക്ക് ഇവിടെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റിയ ഇൻസ്റ്റിറ്റ്യൂട്ടോ അങ്ങനത്തെ വല്ലതും ഉണ്ടോ? നമ്മുടെ സ്ഥാപനത്തിൽ വരുന്ന കുട്ടികൾ ഇപ്പൊ നമ്മൾ അഡ്മിഷന്റെ സമയം, സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞില്ല, മഷ്അൽ അക്കാദമി, തിരൂർ ചമ്പ്രയിലാണ് സ്ഥാപനം ഉള്ളത്. ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സംഭവം, നേരത്തെ ഉസ്താദ് പറഞ്ഞല്ലോ, എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ആയിട്ട് ഈ കുട്ടി ഇവിടുന്ന് പഠനം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്ക് പെർഫെക്റ്റ് ഓക്കെ എന്ന് പറയാൻ പറ്റിയ രൂപത്തിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ കുട്ടിയുടെ അഭിരുചിക്ക് അനുസരിച്ച് അവന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അവനെ പഠിപ്പിച്ച്, അല്ലെ, നെറ്റും JRF എന്താണ് അവൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു ലെവൽക്ക് പ്രത്യേക കോച്ചിങ്ങൾ കൊടുത്ത് അതിന്റെ കൂടെ അതൊക്കെ പഠിപ്പിക്കണം. ഞങ്ങൾക്ക് ഇവിടെ ഹിപ്നോട്ടിസം, മെന്റലിസം എന്നുള്ളൊരു വിഷയമല്ല. അവരെന്ത് ആഗ്രഹിക്കുന്നു അത് പഠിപ്പിക്കുക എന്നുള്ളതാണ്. അവരുടെ കഴിവിനനുസരിച്ച് അവരെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള വേണ്ട ക്ലാസ്സുകളും കാര്യങ്ങളും എല്ലാം ഇവിടെ ചെയ്തു കൊടുക്കും. ഇപ്പൊ തന്നെ നമ്മൾ നിലവിൽ ഇവർക്കുള്ള സ്പോക്കൺ ഇംഗ്ലീഷ്, ഉറുദു, അതേമാതിരി മോഡേൺ അറബി, അങ്ങനെ തുടങ്ങി ഹിന്ദി, വ്യത്യസ്തമായ ഭാഷകൾ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് വേണ്ട കളരി, കരാട്ട, തൈക്കൊണ്ട അതൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടാവും. ആ സംഭവങ്ങളെല്ലാം ഇപ്പോൾ ഈ വെക്കേഷൻ കഴിഞ്ഞ ഉടനെ തൈക്കൊണ്ടയുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഓരോ സമയത്ത് ഇവർക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് അത് നമ്മളിവിടെ കൊടുക്കും. വിദ്യാഭ്യാസമാണല്ലോ ഇപ്പോൾ മെയിനായിട്ട്. ഇപ്പോൾ എല്ലാവരും നോക്കുന്ന ഭൗതികവും ആത്മീയമുള്ള സ്ഥാപനമാണ്. ഇപ്പോഴത്തെ കാലത്ത് ഡ്രഗ്സും മാഫിയയും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന കാലമാണ്. നമ്മൾ കേൾക്കുമ്പോൾ ഫോൺ തുറന്നു നോക്കിയാൽ തന്നെ കൊലപാതകമൊക്കെ അല്ല. അപ്പോൾ കുട്ടി മാതാപിതാക്കളൊക്കെ പേടിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ഇവിടെ സുരക്ഷിതമായി മക്കളെ ഏൽപ്പിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള, തീർച്ചയായും ഏൽപ്പിക്കാൻ കഴിയുന്ന രൂപത്തിലാണ് ഇവിടുത്തെ ചുറ്റുപാടും ഇവിടുത്തെ സാഹചര്യമൊക്കെ നമ്മൾ ഒരുക്കുന്നത്. അതിനോട് കൂടെ നമ്മൾ നീറ്റും, പിന്നെ അതുപോലെ തന്നെ ജെയ്ക്കുള്ള എക്സാമിനേഷനും, പിന്നെ അതുപോലെ തന്നെ നമ്മൾ PSC UPSC ഒക്കെ നമ്മൾ കോച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പേരൻസിൻ്റെ അഭിപ്രായ പ്രകാരം ഇപ്പോൾ നമ്മൾ സിവിൽ സർവീസിൻ്റെ കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് ഗൈഡൻസിന് വെച്ചുകൊണ്ട് തന്നെ ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ 2 മാസത്തെ വെക്കേഷനിൽ നമ്മളിപ്പോൾ പ്രത്യേക ക്യാമ്പിംഗ് ആണ് 2 മാസവും. ഇൻഷാ അല്ലാഹ് അതിലൂടെ കൂടി കുട്ടികളുടെ കൂടെ ഒരുപാട് മെച്ചമുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അല്ലാഹ്. എന്തായാലും ഇവിടെ നിലവിൽ 10 കുട്ടികളുണ്ട് പഠിക്കാനായിട്ട്? നിലവിൽ 30ഓളം കുട്ടികളുണ്ട്. 30 കുട്ടികളായി അല്ലേ? ഓക്കെ. അപ്പം ഈ അഡ്മിഷൻ വേണം. ഇനി നമുക്ക് കുട്ടികൾക്ക് സ്ഥാപനം ഒന്നുകൂടി ആദ്യം സ്റ്റാർട്ടിങ് അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ അടുത്ത മാസം മുതൽ സ്റ്റാർട്ട് ചെയ്യും. കാരണം ഇപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കില്ലേ. എക്സാം കഴിഞ്ഞ് മാർച്ച് ഏപ്രിലിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, അവസാനത്തോടു കൂടെ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ. അതായത് നമുക്ക് നമ്പർ ഇവിടെ ഇങ്ങനെ കൊടുക്കാം അല്ലേ? എല്ലാവരും വിളിക്കാം, താല്പര്യമുള്ള ആളുകൾക്ക്. ഓക്കെ, എല്ലാവരും വിളിക്കാം. വാട്സപ്പ് ആണോ കോളാണോ? വാട്സപ്പ് ആയിരിക്കും നല്ലേ. ഓക്കെ. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരൊക്കെ വിളിക്കാം അല്ലേ? അപ്പോൾ എന്തായാലും ഉസ്താദിന്റെ കാര്യങ്ങൾ തീരുന്നില്ല. തൽക്കാലം നമ്മൾ എന്താ പറയാ, ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം അല്ലേ?